Hi friends, Assalamualaikum. How are you? Welcome to Aisha's World. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു റാഫെല്ലോ പുഡിംഗ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റാഫെല്ലോ പുഡിംഗാണ്. നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അമർത്തുക, കൂടുതൽ ബെല്ലും കൂടി അമർത്തുക. അപ്പോൾ ഇതിലേക്ക് ഹൈഡ്രോപ്പ് എന്നുള്ള വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക്, 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതുപോലെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വാനില എസൻസ്. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് അതിനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിനെക്കാട്ടി ബെറ്റർ പാലാണ്. പാൽ 3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും അവിടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ക്രീമി ടെക്സ്ചറായിട്ട് അവിടെ വെക്കാം, ഒരു പാൽപ്പൊടി മിക്സ്. ഇനി നമുക്ക് നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച ജെലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ജെലാറ്റിന് വരെ നിങ്ങൾക്ക് ചൈന ഗ്രാസും യൂസ് ചെയ്യാം കേട്ടോ. ചൈന ഗ്രാസ് ആകുമ്പോൾ ഏകദേശം ഒരു 8-10 ഗ്രാം എടുത്താൽ മതി. ഇനി നമുക്ക് ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുക്കുന്നത്. സ്റ്റിഫായിട്ട് വരുന്നത് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ജെലാറ്റിൻ്റെ ഇടയ്ക്കൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് വിപ്പിംഗ് ക്രീം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് ആ ക്രീം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർത്തെടുക്കാം, 1 ടീസ്പൂണ്. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അടുത്തായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ജലാറ്റിൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട് അരിച്ചെടുത്തതാണ്. അതിപ്പോഴേക്ക് നല്ലപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചൂടോടെ ഇതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നല്ലപോലെ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക്. അപ്പോൾ ലാസ്റ്റായിട്ട് നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കുറച്ചൊരു ടൈറ്റായിട്ടാണ് ഉണ്ടാകുക, ഒരു ക്രീമി ടൈറ്റിൽ ഒരു പുഡിംഗ് മിക്സാണ് ഉണ്ടാകുക. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോൾ പുഡിംഗ് ട്രേയിലിട്ടിട്ട് അതൊന്ന് എന്താ പറയുക ലെവലാക്കി കൊടുത്തിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു 5-6 മണിക്കൂറോളം ഒരു ഫ്രിഡ്ജിൽ കിടന്ന് സെറ്റായിട്ടാകുമ്പോൾ എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ ഒരു ഏകദേശം 4 മണിക്കൂർ ആകുമ്പോഴേക്ക് തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഐഷുവിന് ഭയങ്കര തിരക്കായിരുന്നു. ഫ്രിഡ്ജിൻ്റെ മുമ്പിലിരുന്ന് ഒരു എന്താ പറയുക സമരമായിരുന്നു ഇതൊന്ന് പെട്ടെന്ന് മുറിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ അത് പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യാം. അപ്പോൾ റാഫെല്ലോ പുഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മിഠായിയുടെ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണല്ലോ. അപ്പോൾ രണ്ടിലും ഞാനിതിട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ പുഡിംഗ് ട്രേ ചെറുതായതുകൊണ്ടാണ് 2 പുഡിംഗ് ട്രേയിലായിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ റാഫെല്ലോ ബോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ബോൾസാക്കി എടുത്ത് അത് വീണ്ടും ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളതെന്ന്. പിന്നെ അതിലേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ബദാം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ 2021 ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേത് ആ ഒരു റാഫെല്ലോ ബോൾസ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഐഡിയ അനുസരിച്ച് ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് പുഡിംഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു വീട്ടിലൊരു പാർട്ടിയൊക്കെ വന്നാൽ നമുക്ക് കിറ്റിലിനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.